സംവിധായകൻ എന്ന മേൽവിലാസത്തിലാണ് അഖിൽ ഷോയിലേക്ക് കയറി വന്നതെങ്കിലും പരാജയപ്പെട്ട ആ സിനിമയെക്കാളും ശ്രദ്ധ അതിനകം തന്നെ അഖിൽ മാരാർ എന്ന വ്യക്തിക്ക് ലഭിച്ചിരുന്നു. ബിഗ് ബോസ് വീട്ടിലെത്തും മുൻപ് തന്നെ വാർത്തകളിലും വിവാദങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു അഖിൽ. ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യവും അഖിലിന്റെ രാഷ്ട്രീയവും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോബിനുമായി നടത്തിയ വാക്പോരുമെല്ലാം അഖിലിനെ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതനാക്കി. ഇടയ്ക്ക് വെച്ച് അഖിലിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ആ വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി വൻ ആരാധക വൃന്ദത്തെ തന്നെ നേടിയെടുത്ത താരമാണ് അഖിൽ മാരാർ. ഷോ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും പ്രേക്ഷകർക്ക് അഖിലിനെ ഇപ്പോഴും വലിയ ഇഷ്ടമാണ്. താരത്തിന്റെ വ്യക്തി ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം അറിയാൻ ഇപ്പോഴും ആരാധകർക്ക് താല്പര്യം ഏറെയാണ്. ഇപ്പോഴിതാ തന്റെ ഭാര്യ ലക്ഷ്മിയെക്കുറിച്ചും കുടുംബം സന്തോഷകരമായി ഇരിക്കുന്നതിന്റെ രഹസ്യത്തെക്കുറിച്ചുമെല്ലാം തുറന്ന് സംസാരിക്കുകയാണ് അഖിൽ മാരാർ. യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അഖിലിന്റെ പ്രതികരണം. ഞങ്ങൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാറൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഇപ്പോഴും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ രാവിലെ തൊട്ട് ഇവൾ എന്നെയും കെട്ടിപ്പിടിച്ച് കിടക്കും. കാണിക്കാൻ വേണ്ടി കാണിക്കുകയില്ല. എന്നെ പേടിച്ചിട്ടാണ് ലക്ഷ്മി പലതും പറയുന്നതൊക്കെ എന്നാണ് ഇവളുടെ അടുത്ത കൂട്ടുകാരികൾ പോലും കരുതിയിരുന്നത്. അവരെല്ലാം ഇപ്പോൾ ഡിവോഴ്സിന്റെ വക്കിലാണ്. അടുത്ത് സെറീന പറഞ്ഞു, അഖിൽ ചേട്ടനെ പൊക്കി ലക്ഷ്മി ചേച്ചി സംസാരിക്കുന്നു, ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ. ഇനി അങ്ങനെ പറയണ്ട, കണ്ണ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പൊതുവെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കാര്യങ്ങൾ പറയുന്ന ആളല്ല. ചിലരൊക്കെ ഉണ്ടാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ സിനിമ എടുക്കാൻ പോകുന്നുവെന്നൊക്കെ പറയും. ചുമ്മാ ഷോ കാണിക്കും. സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് പറയേണ്ടത്. അല്ലാതെ ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നു, ഇന്നത് വാങ്ങിക്കാൻ പോകുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആളുകളുടെ കണ്ണ് കിട്ടും എന്നതുകൊണ്ടല്ല, ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ 50% ആളുകൾ എന്നെ ഇഷ്ടപ്പെട്ടേക്കാമെന്നും 50% വെറുത്തേക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ 80% പേരും എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് നിരാശ തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് രാഷ്ട്രീയ പോസ്റ്റുകൾ ഇട്ടു. ഇപ്പോൾ എല്ലാവരും തെറിവിളിയാണ്. എന്നെ നശിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ എന്നെ വിളിച്ചാൽ വാശി കയറും. ലക്ഷ്മിയും അതേ ടെക്നിക്കാണ് ഇറക്കുന്നത്. അംഗീകരിക്കില്ല, വാശി കയറ്റും എന്ന് അഖിൽ മാരാർ പറഞ്ഞു. ഭാര്യയെ തല്ലിയിരുന്നുവെന്ന് ബിഗ് ബോസിൽ വെച്ച് അഖിൽ വെളിപ്പെടുത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു: യഥാർത്ഥ കുടുംബം നയിക്കുന്നവരും കുടുംബത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരും വിമർശിക്കാറില്ല. ഡിവോഴ്സ് ആയവരൊക്കെയാണ് പറയുക അവർക്ക് കുടുംബത്തിൽ നിന്നും നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന്. അവർക്ക് കിട്ടിയത് ഇതാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്കും അതേ അനുഭവമാകും എന്ന് കരുതി മറ്റുള്ള കുടുംബങ്ങളെ കൂടി നശിപ്പിക്കണമെന്ന് ആലോചിക്കുന്നവരാണ്. വഴക്കും അടിയും ഒക്കെ ഉണ്ടായാലും പരസ്പരം മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. ഞങ്ങൾക്ക് വഴക്ക് കൂടുമ്പോൾ പരസ്പരം ദ്രോഹിക്കാറുണ്ട്, അഖിൽ പറഞ്ഞു. അതിനിടെ അഖിലിനെ കുറിച്ച് നെഗറ്റീവ് വന്നപ്പോഴല്ല, പിന്തുണ കണ്ടപ്പോഴാണ് ഞെട്ടൽ വന്നത് എന്ന് തുടങ്ങിയെന്നായിരുന്നു അഖിലിന്റെ ബിഗ് ബോസ് പ്രകടനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ലക്ഷ്മിയുടെ പ്രതികരണം. ബിഗ് ബോസിന് ശേഷം എൻ്റെ സ്വകാര്യതയും സ്വാതന്ത്ര്യവും ഒക്കെ ഇല്ലാതായി. പുറത്തിറങ്ങുമ്പോൾ തന്നെ യൂട്യൂബുകാർ കവർ ചെയ്യാനൊക്കെ വരുന്നത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ തർക്കങ്ങളും ബഹളങ്ങളും സ്വരച്ചേർച്ചയും ഒക്കെ ഉണ്ടാകും. അഖിൽ ചേട്ടൻ തോറ്റിത്തരാറാണ് പതിവെന്നും ലക്ഷ്മി പറഞ്ഞു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.